Hello friends. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 30 ഡേയ്സിൻ്റെ ചലഞ്ചാണ്. അതായത് 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഓണം എക്സാമിന് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യാം, അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഫുൾ മാർക്സ് വാങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിസ്കസ് അല്ല, ഒരു ഫുൾ 30 ഡേയ്സ് പ്ലാൻ തന്നെ ഇതിൽ നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. അപ്പം ഹൈസ്കൂളിലായാലും ഹയർ സെക്കൻഡറിയിലായാലും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ 100% എനിക്ക് പറയുകയാണ്. അപ്പം ഹയർ സെക്കൻഡറി ആണെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പം അവർക്ക് കുറേ ക്വസ്റ്റ്യൻസൊക്കെ പാറ്റേൺ മാറുന്നുണ്ട് ഹൈസ്കൂളിനെ പോലെ. പക്ഷേ ഇപ്പം ഹയർ സെക്കൻഡറി കേസ് എടുക്കുകയാണെങ്കിൽ ഹൈസ്കൂളിനെ കാട്ടി കുറച്ചുകൂടി ഭയങ്കര കട്ടിയാണ്, കുറച്ചുകൂടി ഒന്നുമല്ല, ഭയങ്കര കട്ടിയാണ് ഹയർ സെക്കൻഡറി എക്സാംസ് എന്ന് പറയുന്നത്. എന്തായാലും ശരി, അവർക്കും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ 28 ഡേയ്സ് 27 ഡേയ്സ് ആണ് ഇനി ഉള്ളത്. അതിലൊരു 50 ഡേയ്സ് ആയിട്ട് ഞാൻ ഫസ്റ്റ് തിരിച്ചിട്ട് ബാക്കിയുള്ള ഡേയ്സ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 21-ാം തീയതിയാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് 22-ാം തീയതി 23-ാം തീയതി ആയിരിക്കും. അപ്പം എന്നിരുന്നാലും ഞാൻ 22-ാം തീയതി വെച്ചാൽ ഇത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർ 27 ഡേയ്സാണ് ബാക്കി വരുന്നത്. 27 ഡേയ്സിൽ 50 ഡേയ്സിൽ നമുക്ക് ഫസ്റ്റ് എടുക്കാം. അപ്പോൾ 50 ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത്, അതായത് അടുത്ത മാസം 5-ാം തീയതി വരെ ആയിരിക്കും ആ ഒരു സമയം വരുന്നത്, അതായത് 15 ഡേയ്സ്. അപ്പം ഈ ഒരു ഓഗസ്റ്റ് 5 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിനകം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നിങ്ങളിപ്പം ഇതുവരെ പഠിച്ചതൊക്കെ പോട്ടെ, ഇപ്പം നിങ്ങൾക്ക് കുറേ പഠിക്കാനായിട്ട് ഒക്കെ ഉണ്ടാവും. ആ സബ്ജക്ട്സൊക്കെ ഒന്ന് പിടിക്കാം. ഇപ്പോൾ ഹയർ സെക്കൻഡറി മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ സയൻസ് ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സയൻസ് അല്ലാതെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അതൊക്കെ ഈ രീതിയിൽ പിടിക്കും. ഇപ്പോൾ ഞാൻ എക്സാമിന് സയൻസാണ് എടുക്കുന്നത്. അതേപോലെ ഞാൻ എടുക്കുന്ന ഹയർ സെക്കൻഡറി ആണ്. ഇതേപോലെ തന്നെ 10ൽ അപ്ലിക്കേഷൻ ചെയ്ത് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഹയർ സെക്കൻഡറി പറയാം. ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് ഉണ്ട് മെയിനായിട്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ സയൻസ് തന്നെ എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ബയോളജി. ഈ 4 സബ്ജക്റ്റിൽ നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ടാകും? ഒരു സബ്ജക്റ്റിൽ വരെ 4 ചാപ്റ്റർ വെച്ചുണ്ടാകും. ഒരു ഏകദേശം കാര്യമാണ്. അപ്പോൾ അങ്ങനെ 4 16 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കൃത്യം പറയുകയാണെങ്കിൽ സെക്കൻഡറി ബയോ സയൻസിലാണ് 18 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡേയ്സിൽ നമ്മൾ ഒരു ദിവസം, ഇപ്പോൾ ഞാൻ നമുക്ക് 15 ദിവസം ഉണ്ട്, 18 ചാപ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റും ഒത്തിരി വലുതൊന്നുമല്ല. ചില ചാപ്റ്റേഴ്സ് വളരെ തുച്ഛമായിട്ട് ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. മാത്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മെട്രിക്സും പിന്നെ അതേപോലെ ഡിറ്റർമിനൻസ് ഒക്കെ കുറച്ച് ചെറിയ ചാപ്റ്ററാണ്. ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് നമുക്ക് തീർക്കാം. അപ്പം അങ്ങനെ നമുക്ക് മെട്രിക്സ്, ഡിറ്റർമിനൻസ് കുറച്ച് ദിവസം കൊണ്ട് തീർക്കാം. അതേപോലെ കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ വളരെ ചെറുതാണ്. വളരെ ചെറുതാണെന്നില്ല, കുറച്ച് ന്യൂമറിക്കൽസ് അത്യാവശ്യം ഉണ്ട്. പക്ഷെ കുറച്ച് ഈസിയാണ് മറ്റുള്ള ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കുറച്ച് കണ്ടന്റ് കുറവാണെന്ന് പറയാൻ പറ്റും, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. എന്നാലും സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. സൊല്യൂഷൻസ് പിന്നെ DF ബ്ലോക്ക് എലിമെന്റ്സ് അത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 1ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും ഒരുമിച്ച് പഠിക്കും. മാത്സിൽ ഇപ്പോൾ മെട്രിക്സും ഡിറ്റർമിനൻസും എടുക്കാം. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് വെച്ച് ഓരോ ദിവസം തീർക്കാം. ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച്. അതേപോലെ ഫിസിക്സ് എടുക്കാം. ഫിസിക്സിൽ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാപ്റ്ററാണ് കുറച്ചുകൂടി ഈസി. ബയോളജിയിൽ ഇപ്പോൾ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ അത്ര കുഴപ്പമില്ല. അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ നോക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സിലബസ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ശേഷിക്കുന്നത് 15 ദിവസം കഴിയുമ്പോഴേക്കും സയൻസ് ഒക്കെ കവർ ചെയ്ത് കഴിയും. പിന്നെ ഉള്ളത് നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ്. അതേപോലെ തന്നെ ഹിന്ദിയാണ്, പിന്നെ അല്ലെങ്കിൽ മലയാളം സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി അല്ലെങ്കിൽ മലയാളം, അപ്പോൾ ഇംഗ്ലീഷ്. അപ്പോൾ ഈ മൂന്നല്ല, ഇപ്പം 2 സബ്ജക്റ്റ് വെച്ചാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം വരും. സെക്കൻഡ് ലാംഗ്വേജ് ഏതാവാം, ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പൊതുവെ പറയുകയാണ്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് വരാം, സെക്കൻഡ് ലാംഗ്വേജ് വരാം. അതായിരിക്കും ബാക്കി ശേഷിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം അത് ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയൊന്നും പഠിക്കാതെ, അതായത് ഇത്ര ദിവസം പഠിപ്പിച്ച സമയത്തൊന്നും പഠിക്കാത്തവരാണെങ്കിൽ ഈ പോകുന്ന സമയത്ത്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ് 15 ദിവസം പഠിക്കുമല്ലോ. അതായത് നാളെ സ്റ്റാർട്ട് ചെയ്ത് 5-ാം തീയതി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് ഇടയ്ക്കൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് മാത്രം പഠിക്കും. എന്നിട്ട് അത് നല്ല തറവായിച്ച് വെച്ചേക്കാം. എന്നിട്ട് ലാസ്റ്റ് 15 ദിവസത്തിന് ശേഷം നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ 50 ഡേയ്സിൽ ഇത്രയും സിലബസ് ഒക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും,
ഓഫ് കോഴ്സ് ഇതൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കോർ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് 50 ഡേയ്സ് കഴിയുന്നു. 50 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഓഗസ്റ്റ് 5 ആവും. അതിനുശേഷം ഓഗസ്റ്റ് 6 ടു ഓഗസ്റ്റ് 11 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഒരു 6 ദിവസം. ഈ 6 ദിവസത്തിനകത്ത് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു ദിവസം തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഫസ്റ്റ് തന്നെ പറയാം. NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഹയർ സെക്കൻഡറി കേസാണെങ്കിൽ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലാതെ ഇപ്പം ഹൈസ്കൂളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് PYQs പിന്നെ വർക്ക് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് HS ലൈനിൽ നിന്നൊക്കെ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെയാണ് വീഡിയോസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെ HS ലൈനിൽ സെലക്ട് ചെയ്യാനൊക്കെ ഒരു വീഡിയോസ് ചെയ്യാം. പക്ഷെ അതൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എന്ന് ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. പല രീതിയിൽ നമുക്ക് ഈ HS ലൈനിൽ പല തരത്തിലുള്ള മെറ്റീരിയൽസ് കണ്ടത്. അതിന് കുറേ പേര് ഫുൾ മാർക്സ് ഒക്കെ വാങ്ങുന്നുണ്ട്. ഓക്കെ, HS ലൈനിൽ കുറേ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ എനിക്കറിയുള്ള കുറേ ഫ്രണ്ട്സ് അതിനാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അതിന് കുറേ നോട്ട്സ് സേവ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ എക്സാം ടൈമിൽ. അപ്പോൾ അങ്ങനെ HS ലൈവിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞു തരാം വേറൊരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ 6th to 11th വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ അല്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. റിവിഷൻ ജസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ എല്ലാം ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. അപ്പം ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ 3 ചാപ്റ്റേഴ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫിസിക്സ് എടുക്കുന്ന സ്ഥലത്ത് 3 ചാപ്റ്റർ ഹെക്റ്റിക് ആണെങ്കിൽ 2 ചാപ്റ്റർ വെച്ച് ഒരു ദിവസം ചെയ്യാം. അപ്പം 2 ചാപ്റ്റേഴ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് 6ാം തീയതി നിങ്ങൾ 2 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും 2 ചാപ്റ്റേഴ്സ് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യണം. PYQs ഹയർ സെക്കൻഡറി ആണ് NCERT ക്വസ്റ്റ്യൻസ്, PYQs. പിന്നെ നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് ഞാൻ പറഞ്ഞില്ല, HS ക്വസ്റ്റ്യൻസ് എടുത്തത് അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് NCERT ക്വസ്റ്റ്യൻസ്, PYQs ആണ്. അത് വിട്ടിട്ട് ഒരു കളിയില്ല. ഫസ്റ്റ് PYQ ചെയ്യാം, എന്നിട്ടാണ് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. PYQs ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും NCERT നോക്കാവുള്ളൂ. പിന്നെ NCERTയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുകൂടി ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഏതൊക്കെയാണ് ആവശ്യമെന്ന് അറിയത്തില്ല, അപ്പം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം 7ാം തീയതി കഴിയുന്നു. 8ാം തീയതി വീണ്ടും 2 ചാപ്റ്റേഴ്സ്, 9ാം തീയതി വീണ്ടും 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ തന്നെ 2 സബ്ജക്റ്റ് കവർ ആകും. പിന്നെ നമുക്ക് 2 ദിവസം വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ദിവസം വീണ്ടും 2 ദിവസം ഉണ്ടല്ലോ, 10ാം തീയതി 11ാം തീയതി. ആ 2 ദിവസം വീണ്ടും 2 ചാപ്റ്റേഴ്സ് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ 11 തീയതി വരെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ദിവസം കൂടി ലീവ് ചെയ്യണം. എപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഒരു ഡേ ഫ്ലെക്സിബിൾ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ചെറിയൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഡേ ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചിട്ട്, അതായത് ആ ഒരു ഡേ വിട്ടിരിക്കണം, ഒരു എക്സ്ട്രാ ഡേ വിട്ടിരിക്കണം. എന്നിട്ട് അത് വെച്ചായിരിക്കും ചെയ്യേണ്ടത്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെ ചെയ്തു പോവാം. അപ്പോൾ അത് 12ാം തീയതി കഴിയുന്നു. ഇത് നമുക്ക് മുന്നിലുള്ളത് 13, 14, 15, 16, 17. അതായത് ഏകദേശം 5 ദിവസം. ഈ 5 ദിവസത്തിനകത്ത് ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ പറയുന്നത് 13ാം തീയതിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് നോക്കാം. ഹിന്ദി ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞത്, ഹിന്ദി എന്നൊരു സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ടാണ് ഞാനത് ഓർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് 13ാം തീയതി നിങ്ങൾ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് അത്ര പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ. PYQs ജസ്റ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ടീച്ചർ തന്നിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കുക. നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ HS ലൈവിൽ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് നോക്കുക. ടെക്സ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് നോട്ട്സ് ഒക്കെ ഉള്ളൂ. ടെക്സ്റ്റ് നോക്കിയിട്ട് നോട്ട്സ് ഒക്കെ നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ലാംഗ്വേജിന് അത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് കുറച്ചുകൂടി പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ അത് വേണ്ട. ഓക്കെ, ഇനി 14, 15 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കാനായിട്ട്. ഇംഗ്ലീഷ് ഹിന്ദി അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാനായിട്ട്. അത് പഠിച്ച് വെച്ചത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് 14ാം തീയതി ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതായത് അതിൻ്റെ ടെക്സ്റ്റിലുള്ള ഈ ലെസൺസ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെല്ലാം നന്നായിട്ട് പഠിക്കാം. അത് നേരത്തെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് അത് അത്ര വലിയ ഇമ്പോർട്ടൻസേ അല്ല. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ
അത് 14-ാം തീയതി നമ്മൾ ചെയ്ത് തീർക്കണം ഇത്രയും. അതായത് എല്ലാ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ട് പോയമൊക്കെ ഉണ്ടെങ്കിൽ അപ്രീസിയേഷനൊക്കെ പഠിക്കണം. പിന്നെ അതിൻ്റെ കൂടെ പോയം പഠിക്കുന്ന സ്ഥലത്ത് പോയിറ്ററി ഡിവൈസ് കൂടി നോക്കി വയ്ക്കണം. എന്നിട്ട് ഈ പോയത്തിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അതിനൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, കുറേ പോയിറ്ററി ഡിവൈസസും അതേപോലെ അതിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. അതാണ് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കും. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ പോയം പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ പളവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര പ്രശ്നം വരത്തില്ല. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, പോയിറ്ററി ഡിവൈസസ് നന്നായിട്ട് നോക്കുക. അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളത്. അതിനുശേഷം 15-ാം തീയതി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം ഗ്രാമർ നോക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രാമർ നോക്കുക. ഗ്രാമറിൻ്റെ കൂടെ ഇനി 14-ാം തീയതി നിങ്ങൾ നോക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നോക്കുക. അത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് ബാക്കി 16-ഉം 17-ഉം ദിവസങ്ങളുണ്ട്. 2 ദിവസങ്ങളാണ്. 2 എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിന് അടുത്ത ദിവസം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും 18-ാം തീയതി. അപ്പോൾ ആ ദിവസത്തെ എന്ത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ 27 വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 27 ദിവസമുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് 22-ാം തീയതി ആണെങ്കിൽ ഇപ്പോൾ 28 ദിവസമാണ് ഞാൻ ചെയ്തത്. പോസ്റ്റ് ചെയ്ത് 22-ാം തീയതി ആണെങ്കിൽ 27 ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ 15 ദിവസമായിട്ട് തിരിച്ചത്. 15 ദിവസത്തിൽ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞു. പിന്നെ 15 ദിവസത്തിന് ഇടയിൽ കൂടി ഇംഗ്ലീഷ് ഹിന്ദിയും പഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു 16-ഉം 17-ഉം ലാസ്റ്റ് ഒക്കെ 14-ഉം 15-ഒക്കെ കഴിഞ്ഞ ശേഷം 16-ഉം 17-ഉം നിങ്ങൾ എക്സാമിന് വേണ്ടി ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാന്. ഇത് വെച്ചിട്ടാണ് ഞാനും പഠിക്കുന്നത്. ഇതൊരു അഫ്കോഴ്സ് ഇതൊരു ഹയർ സെക്കൻഡറി അപ്ലിക്കേബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. 10th-ലെന്ന് പറയുമ്പോൾ NCERT ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പം NCERT ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ PYQC വർക്ക് ഷീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് 10 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിക്കുക. നിങ്ങൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ 15 ദിവസത്തിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുക, 10ാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ 8ാം ക്ലാസ്സുകാർ, ഇപ്പോൾ 9ാം ക്ലാസ്സുകാർ എല്ലാവരും തീർക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ക്വസ്റ്റ്യൻസിന് വിടാം. ക്വസ്റ്റ്യൻസ് മാത്സ് ചെയ്ത്, കാരണം അതിൻ്റെ പാറ്റേൺ ഹൈസ്കൂളിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന് വിടാം ഫസ്റ്റ് 15 ദിവസം. ഇപ്പോൾ 10 സബ്ജക്റ്റ് കൊണ്ട് IT ഒന്നും കുഴപ്പമുണ്ടാവത്തില്ല. ഇപ്പോൾ ഓൺ എക്സാം ആയിട്ട് പിന്നെയുള്ള ബാക്കി 9 സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് ഡേറ്റ് ഒക്കെ കൊടുക്കുക. 15 ദിവസത്തിനകം തന്നെ തീർക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ NCERT ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ശ്രദ്ധിക്കേണ്ടതാണ്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, സ്റ്റഡി പ്ലാന്. ജൂലൈ 22-ാം തീയതി തൊട്ട് നമ്മൾ ഇങ്ങനെ അതായത് പഠിക്കാൻ തുടങ്ങി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് A+ ഒന്നും ചിന്തിക്കാൻ പോലും വരികയില്ല ഈ ഒരു ഓൺ എക്സാമിന്. ഓൺ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് മാത്രമല്ല, അത് നമുക്ക് എത്ര നമ്മൾ ക്യാപ്പബിൾ ആണ് ഫുൾ മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ A+ വാങ്ങാൻ ഇൻ അവർ ക്ലാസ്, അല്ലെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എത്ര ക്യാപ്പബിൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഓൺ എക്സാമിനോട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പഠിച്ച് നന്നായിട്ട് എഴുതണം. ഒരിക്കലും അത് തെറ്റാവർത്തിക്കരുത്. അത് നമ്മളൊരു ജസ്റ്റ് ഒന്ന് എഴുതുന്ന പോലെ ഒരിക്കലും നമ്മൾ ചെയ്ത് ഫൈനൽ എക്സാമിന് മാർക്ക് വായിച്ചാൽ പോലെയെന്ന് ചിന്തിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ് ഓൺ എക്സാം. ഓൺ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ചൂട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എൻഡിങ്ങിൽ ആ ചൂട് കിട്ടിയാൽ നമുക്കത് അറിയാൻ പറ്റില്ല എങ്ങനത്തെ വഴിയിലാണ് സഞ്ചരിക്കേണ്ടത് എന്നൊന്നും. അപ്പോൾ നമുക്ക് ഒരു ഒരു ദിശയില്ലാത്ത വട്ടം പോലെ ആയിപ്പോയി. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിൽക്കുക, അത് നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അത് ഞാൻ തമിഴിൽ ഇട്ടിട്ടുള്ള 30 days സ്റ്റഡി പ്ലാൻ എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി കുറച്ച് ദിവസം കഴിഞ്ഞു പോയി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത്. ഞാൻ 30 days സ്റ്റഡി പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും എന്താ ചെയ്യുക, എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം, ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ബി മോട്ടിവേറ്റഡ്. താങ്ക് യു. വീണ്ടും ഒരിക്കൽ കൂടെ കാണാം.